പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പത്തെ തള്ളിപ്പറയുകയല്ല, ആഹാരത്തെ തള്ളിപ്പറയുകയല്ല. ആഹാരമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. പക്ഷെ ആഹാരത്തിൻ്റെ പേരിൽ ദൈവത്തെ തള്ളിപ്പറയരുത്. നിങ്ങൾക്ക് ഈശോനെ അറിയാമല്ലോ. നമുക്ക് ഈശോനെ മാത്രം കേട്ടാലും മതി. ലോകത്തെ കേൾക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ഒരു ബാധ്യത നമുക്കില്ല. ഈശോ എന്നാ ചെയ്തത്? അപ്പം ആഹാരം വർദ്ധിപ്പിച്ച ദിവസം ആഹാരം വേണം, ഞാൻ ഇവരെ വെറും കൈയോടെ പറഞ്ഞു വിട്ടാൽ അവർ വഴി തളർന്നു വീഴുമെന്ന് പറഞ്ഞുകൊണ്ടാണ് കർത്താവ് അപ്പത്തെ വർദ്ധിപ്പിച്ചത്. 5000 പേർക്ക് വേണ്ടി തീറ്റിപ്പോറ്റിയത്. പക്ഷെ തീറ്റിപ്പോറ്റിയതിന് ശേഷം കർത്താവ് കിടന്നുറങ്ങിയില്ല. മത്തായിയുടെ സുവിശേഷം 14:21 വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അപ്പോസ്തലന്മാരെ നിർബന്ധിച്ചുകൊണ്ട് വിശ്രമിക്കാൻ വിട്ടിട്ട് കർത്താവ് മലയിലേക്ക് കയറിപ്പോയെന്ന്. എന്തിനാ അവൻ കയറിപ്പോയത്? പിതാവിനെ ആരാധിക്കാൻ പോയതാ. അതാണ് മത്തായിയുടെ സുവിശേഷം 14:23. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കണത് എന്ന് അവൻ പിശാചിനോട് പറഞ്ഞിരുന്നു. ഇപ്പോഴവൻ പറയാതെ അവൻ്റെ ജീവിതം കൊണ്ട് അത് പ്രകടിപ്പിക്കുകയാണ്. അപ്പം വർദ്ധിപ്പിച്ച രാത്രി 14:23 അവൻ മലയിലേക്ക് കയറിപ്പോയി. രാത്രി ഉറങ്ങാനുള്ളതാണ്. ആ വിശ്രമത്തെക്കാൾ വലുതാണ് കർത്താവിന് ആരാധനയെങ്കിൽ ദൈവവൈതലേ, ഞാനും നീയും ദൈവത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം അതാണ്. ആരാധിക്കാൻ ദൈവത്തിന് അനുഗ്രഹം ലഭിച്ചവർക്ക് ചിലപ്പോൾ വിശ്രമത്തെക്കാളും ആഹാരത്തെക്കാളും വലുത് ആരാധനയായിരിക്കും. അതിന് എതിരെ വരുന്ന എല്ലാ സാഹചര്യങ്ങളെയും ജാഗ്രതയോടെ മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ പക്ഷം ചേർന്ന് ദൈവത്തിൻ്റെ സമൂഹത്തിൻ്റെ അംഗമായി ജീവിക്കുവാൻ, കർത്താവിൻ്റെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ദൈവത്തിന് പക്ഷം ചേർന്ന് ജീവിക്കാൻ ആത്മാവാണ് ജീവൻ നൽകണത് എന്ന് പറയുമ്പോൾ 3:6 പറയുന്നില്ലേ? ആത്മാവാണ് ജീവൻ നൽകുന്നത്, ജഡം പരശൂന്യമാണ്. പരശൂന്യമായ ജഡത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആത്മാവിനെ പണയപ്പെടുന്ന പ്രവണതയ്ക്കെതിരെയാണ് ഈശോ സംസാരിച്ചത്. ലോകം മുഴുവൻ നേടിയാലും നമ്മൾ 16 മത്തായിയുടെ സുവിശേഷത്തിൽ വായിക്കും, നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം എന്ന്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും. വീണ്ടും സ്തുതിക്കട്ടെ മക്കളെ, സന്തോഷത്തോടെ. യേശുവേ ആരാധന, 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 ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന പാടാം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ. ആരാധന പാടാം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, അപ്പം കൊണ്ട് മാത്രമല്ല എന്നുള്ളത് ഒരു നിലപാടാണത്, ഒരു വിശ്വാസിയുടെ നിലപാടാണ്, ഒരു നയമാണത്. അപ്പം കൊണ്ട് മാത്രമല്ല എന്നുള്ളത് വിശ്വാസിയുടെ ജീവിത ശൈലിയാണ്, അത് ഒരു സമീപനമാണ്, അത് ഒരു സമ്പ്രദായത്തിൻ്റെ ഭാഗമാണ്, അതൊരു സംസ്കാരമാണ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന പാടാം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ. ആരാധന പാടാം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ. പരിശുദ്ധ
പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ജീവിത അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നത് എന്നുള്ളത് ഒരു ആധ്യാത്മിക സ്വത്വത്തിൻ്റെ സ്വയം പ്രകാശനമാണത്. അതിലൂടെയാണ് നമ്മുടെ ആരാധനക്രമങ്ങളെല്ലാം രൂപപ്പെട്ടു വരുന്നത്. അതൊരു ശീലമാണ്, അതൊരു സ്വഭാവമാണ്, ശീലമാണ്, സമ്പ്രദായമാണ്, സംസ്കാരമാണെന്നൊക്കെ അച്ഛൻ ഇങ്ങനെ പറയുമ്പോൾ എൻ്റെ മക്കളൊരു കാര്യം മനസ്സിലാക്കണം, അതൊരു ജീവിതശൈലിയാണ്. ഇപ്പം നമ്മുടെ കുടുംബത്തിൽ തന്നെ നോക്കിയാൽ, ഇപ്പോൾ ഒരു കുടുംബത്തിന് ഇപ്പം നമുക്ക് ഏറ്റവും കുറേ ഒരു 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 മിനിമം എന്ന് പറയാവുന്ന ഒരു കുടുംബത്തിൽ ചിലപ്പോൾ 5 മുറി ഉണ്ടാവും. തീരെ പാവപ്പെട്ടവരാണെങ്കിൽ 3 മുറിയോ ഉണ്ടാകത്തുള്ളൂ. ഇപ്പം നമ്മൾ ആരാധന സ്ഥലങ്ങൾ എവിടെയാണ് നമ്മുടെ വീട്ടിൽ വെക്കണത്? ആരാധന സ്ഥലങ്ങൾ പ്രധാന മുറിയിൽ വെക്കും അല്ലേ? 5 മുറി 50 മുറിയോ ഉണ്ടായാലും കർത്താവിൻ്റെ സാന്നിധ്യമുള്ള പ്രതിഷ്ഠ വെക്കുന്നത് ഒരു മുറിയിലായിരിക്കും അല്ലേ? അവിടെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഞാൻ ഈ അപ്പം കൊണ്ട് മാത്രമല്ല എന്നുള്ളത് ചെറുതായിട്ട് ലഘുവായിട്ടൊന്ന് ജീവിതമായിട്ട് തട്ടിച്ച് നിങ്ങൾക്കൊരു സൂചന തരികയാണ്. നമുക്ക് അടുക്കളയുണ്ട്, പിന്നെ അല്ലേ, കിച്ചൺ, രാജധാനി പോലുള്ള കിച്ചൺ, പിന്നെ ബെഡ്റൂം ഇല്ലേ, പിന്നെ ഡ്രസ്സിങ് റൂം ഇല്ലേ, പിന്നെ ഡ്രോയിങ് റൂം, പിന്നെ സ്റ്റഡി റൂം, ഇങ്ങനെ കുറേ, പിന്നെ വർക്ക് ഏരിയ ഉണ്ടാവും. അതുപോലെ തന്നെ സ്റ്റോർ റൂം ഉണ്ടാവും. ഇങ്ങനെ ഇപ്പോൾ സ്റ്റോർ റൂം എന്തിനുള്ളതാണ്? അരി, പച്ചക്കറി, പലവ്യഞ്ജനങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കാം. എന്തിനുള്ളതാണത്? ശരീരത്തിനുള്ളതാണ്. അപ്പം കൊണ്ട് മാത്രം. അപ്പമാണ് ആരും ഉദ്ദേശം. അടുക്കള എന്തിനുള്ളതാണ്? അടുക്കളയും ആഹാരം പാകം ചെയ്യാൻ എന്തിനുള്ളതാണ്? അപ്പത്തിന് വേണ്ടിയുള്ളതാണ്. ആഹാരം നമുക്ക് കഴിക്കാനുള്ള അല്ലേ? ഇനി ഡ്രസ്സിങ് റൂമുണ്ട്. എന്തിനുള്ളതാണ്? ഈ ശരീരം ഒന്ന് മറക്കാൻ വേണ്ടിയുള്ളതാണ്. അതും ശരീരത്തിൻ്റെതാണ്. അപ്പം കൊണ്ട് മാത്രമാണ്. ശരീരത്തിനാണ്. എല്ലാ മുറികളും ശരീരത്തിനുള്ളതാണ്. മുഴുവൻ റൂഫ് എന്തിനുള്ളതാണ്? ശരീരത്തിന് കുളിരും മഴയും വെയിലും കൊള്ളാതിരിക്കാൻ ശരീരത്തിനുള്ളതാണ്. ആ വീടിൻ്റെ മുഴുവൻ മുറികൾ. ഇനി ബെഡ്റൂം എന്തിനുള്ളതാണ്? അടുത്ത തലമുറയ്ക്ക് ജന്മം നൽകാൻ വേണ്ടി ഈ ബെഡ്റൂം ഉപയോഗിക്കപ്പെടുന്നു അല്ലേ? വിശ്രമിക്കാനും ഉപയോഗിക്കപ്പെടുന്നു. അപ്പോൾ എന്തിനുള്ളതാണ്? ബോഡിക്കുള്ളതാണ്. അപ്പോൾ എല്ലാ മുറികളും ശരീരത്തിൻ്റെതാണ്. എല്ലാ മുറിയും അപ്പത്തിൻ്റെതാണ്, ജഡത്തിൻ്റെതാണ്. അപ്പോൾ ഒരു മുറി മാത്രമാണ് നമുക്ക് പ്രാർത്ഥനാ മുറി ഉള്ളത് അല്ലേ? തീരെ പാവപ്പെട്ടവരാണെങ്കിൽ ആ മുറി നമ്മൾ വിശ്രമിക്കുക, വേറെ മാർഗ്ഗമില്ലല്ലോ നമുക്ക്. അപ്പോഴും മറ്റേ മുറി, ഈ മറ്റ് കിച്ചണായാലും സ്റ്റോർ റൂമായാലും അതുപോലെ തന്നെ ബെഡ്റൂം ആയാലും അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കണത് എന്ന് പറഞ്ഞ വചനങ്ങൾ പ്രാവർത്തികമാക്കുമ്പോഴേ എങ്ങനെയാണത് പ്രാവർത്തികമാക്കണത്? അവിടെയും നമ്മൾ പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കണം. കിച്ചണിലായാലും അരി കഴുകുമ്പോഴും പ്രാർത്ഥിക്കാൻ പറ്റും നമുക്കല്ലേ? അത് തവിച്ച് വെക്കുമ്പോഴും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. പ്രാർത്ഥിക്കുന്നവൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഇപ്പോഴും. ഞാൻ പൊതുവായിട്ട് സംസാരിച്ചതാണ്. ഇപ്പം കൊച്ചു തോബിയാസ് അവന് ജീവിത പങ്കാളിയെ നൽകിയപ്പോൾ, ദൈവം നൽകിയപ്പോൾ അവർ ഒരുമിക്കാൻ പോകുന്ന മുമ്പ് കൊച്ചു തോബിയാസ് എന്താ പ്രാർത്ഥിച്ചത്? അപ്പാ, ഞാൻ ഈ സ്ത്രീയെ സമീപിക്കണത് ജഡാസക്തിയോടെ അല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ദൈവത്തിന് വേണ്ടി, കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അവരവരുടെ വിവാഹരാത്രികളെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ബെഡ്റൂമിലും പ്രാർത്ഥന നടക്കും, പ്രാർത്ഥനാ മുറിയിലും പ്രാർത്ഥന നടക്കും. ഒരു വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം ഒരു ജീവിത സമീപനമാണ്, ശൈലിയാണ്. പഠനമുറിയിലും പ്രാർത്ഥന നടക്കും. ഇതെല്ലാവരും ഈ വിശ്വാസ സമൂഹം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്, പുതിയ കാര്യങ്ങളൊന്നുമല്ല. പക്ഷേ ഇനി ചെയ്യുമ്പോൾ
കർത്താവിൻ്റെ വചനമാണ്. നമ്മൾ എവിടെയെല്ലാം പഠിക്കുന്ന സ്ഥലത്ത്, പ്രാർത്ഥിക്കുന്ന സമയത്ത്, വിശ്രമിക്കുന്ന സമയത്ത്, ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത്, എവിടെയെല്ലാം നീ ദൈവത്തിനെ ഓർക്കുന്നുവോ അവിടെയെല്ലാം നീ പറയാതെ പറയുന്ന വചനമാണ്. അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കണത്, മനുഷ്യൻ ദൈവത്തിന് വായിന്ന് വരുന്ന ഓരോ വചനം കൊണ്ടാണെങ്കിൽ നീ ദൈവപൈതലായി മാറി. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി. എൻ്റെ പേര് അനിത. ഇടുക്കി ജില്ലയിലെ തൊടുപുഴ എന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത്. 2023 ഞാൻ ആദ്യമായിട്ട് ഇവിടെ എത്തിയത്. ഞാൻ ഒരിക്കലും ഇവിടെ വരുമെന്ന് വിചാരിച്ചിരുന്നില്ല. കാരണം ഒത്തിരി ദൂരെ ഉള്ള സ്ഥലമാണല്ലോ, നമ്മളങ്ങനെ പരിചയമില്ല വരാനും. എൻ്റെ മക്കൾക്ക് നീറ്റ് പരീക്ഷ എഴുതുവാൻ വേണ്ടി കോച്ചിങ്ങിന് വിട്ടായിരുന്നു പാലായിൽ. അന്നേരം എൻ്റെ മക്കൾ ട്വിൻസാണ്. അതിലൊരാൾക്ക് പെട്ടെന്ന് തളർച്ചയും വിറയലും ഒക്കെ അനുഭവപ്പെട്ടു. പഠിക്കാനൊക്കെ ടെൻഷൻ കൊണ്ടായിരിക്കാം, അറിയില്ല. അവിടെയുള്ളവർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരുന്നു. അവിടെ ചെന്നപ്പം ഒരു കുഴപ്പമില്ല, ട്രിപ്പൊക്കെ ഇട്ടു, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം 8 മണി കഴിഞ്ഞ് ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് പിന്നെ അതുപോലെ തന്നെ വന്നു. പിന്നെ നമ്മളെ വീട്ടിലേക്ക് വിളിച്ചു. ആകെ ടെൻഷനായി. അത് അവർ ഹോസ്പിറ്റലിൽ പോയി ട്രിപ്പ് ഇട്ടു, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 3-ാം പൊക്കവും അങ്ങനെ ഉണ്ടായി. അപ്പം ആകെ വിഷമിച്ചു. കാരണം ഇവർ 2 മക്കളെ പഠിക്കാൻ വിട്ടിട്ട് നമുക്കുള്ള പൈസയെല്ലാം ഇട്ടാണ് നമ്മൾ പഠിപ്പിക്കാൻ വിട്ടത്. അവരുടെ ആഗ്രഹപ്രകാരമാണ് നമ്മൾ വിട്ടേക്കുന്നത്. അപ്പം നമുക്ക് പൈസയൊന്നുമില്ല, എങ്കിലും അതനുസരിച്ച് വിട്ടു. പിന്നീട് ഞാനിങ്ങനെ ഫോണിലിങ്ങനെ കാണുമ്പോൾ ഓരോരുത്തരുടെ സാക്ഷ്യങ്ങൾ കേൾക്കും. അപ്പം ഞാൻ ചുമ്മാ ഇരുന്ന് കാണും. അപ്പം ഒരിക്കലും ഞാൻ ഇവിടെ വരുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. അപ്പോൾ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു, നമുക്ക് ഇവിടെ ഒന്ന് പോകാം, എന്നെ ഒന്ന് വിടാവോ എൻ്റെ പിള്ളേരുടെ ഈ കാര്യത്തിന്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, പൊക്കോ, ഞാൻ വണ്ടി വിട്ടു തരാം, പൊക്കോളാൻ പറഞ്ഞു. ഹസ്ബൻഡ് വരുന്നില്ല, നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു. നമ്മളൊരു ഹിന്ദുവാണ്. പക്ഷേ ഹസ്ബൻഡിന് വിശ്വാസക്കുറവൊന്നുമില്ല. എങ്കിലും ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഞാൻ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെയാണ് സംഭവം. ആരോടും പറഞ്ഞൊന്നുമില്ല. കാരണം ഇവരെ പഠിക്കാൻ വിട്ടതും ഉണ്ടെങ്കിലും അവർക്ക് ആഗ്രഹപ്രകാരം വിട്ടതാണല്ലോ. അപ്പം മറ്റുള്ളവരെന്ത് വിചാരിക്കും എങ്ങനെയാണെന്നൊന്നും നമുക്കറിയില്ല. അപ്പം എൻ്റെ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞപ്പോൾ അവിടുന്ന് കുറേ ആൾക്കാർ പോകുന്നുണ്ട്. അപ്പോൾ അന്ന് അങ്ങനെ പോകാമെന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ വന്നതാണ്. ഇവിടെ വന്നു, ഫസ്റ്റ് ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഞാൻ മക്കളെയും കൊണ്ടാണ് ഞാൻ ഹോസ്റ്റലിൽ നിന്ന് വന്നത്. അപ്പോൾ അവിടുന്ന് വന്നു, ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. വീട്ടിലെത്തി കഴിഞ്ഞ് ഞാൻ ഉടനെ തന്നെ ഞാൻ നേർച്ച വസ്തുക്കൾ ഞാൻ കൊടുത്തു. ഉപ്പും തൈലമെല്ലാം പൂശി. പക്ഷേ 8:30 ആകുമ്പോഴത്തേനും പേടിയാണ്. കാരണം എന്താണ് സംഭവിക്കുന്നത്, വേറെ പ്രോബ്ലം ഒന്നുമില്ല, കൊച്ചിനെന്തോ ഒരു അസ്വസ്ഥത. പക്ഷേ അത് പിന്നെ ഇന്ന് വരെയായിട്ട് ഒരു പ്രോബ്ലവും അവർക്കുണ്ടായില്ല, ഒരു കുഴപ്പമില്ല. കാരണം അന്ന് തൊട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ എന്ത് വരെയുണ്ടോ ഞാൻ ആ പ്രാർത്ഥന, പ്രത്യക്ഷകൻ്റെ പ്രാർത്ഥന ഞാൻ ചൊല്ലുമെന്ന് ഞാൻ മാതാവിന് ഞാൻ ഇവിടെ ആണയിട്ടാണ് പറഞ്ഞിട്ട് പോയത്. അത് ഇന്നും ഞാനങ്ങനെ തുടരുകയാണ്. പിന്നെ അവർ മാർക്ക് വന്നു, കുഴപ്പമില്ലാത്ത രീതിയിൽ മാർക്കുണ്ട്. എങ്കിലും അവർ ഉദ്ദേശിച്ച ഒരു ഇത് കിട്ടിയില്ല. അപ്പോൾ അവർ പറഞ്ഞു, എനിക്ക് ഇനി ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാനുണ്ട് അമ്മേ, ഞങ്ങളെ ഒന്ന് വിടാവോ എന്ന് ചോദിച്ചു. അപ്പം കാശ് ഒത്തിരി ഉണ്ടായി, കോച്ചിങ്ങിനൊക്കെ നല്ല കാശാണ്. പക്ഷേ എങ്കിലും നമുക്കൊരു ബുദ്ധിമുട്ടുമില്ലാതെ പല രീതിയിൽ നിന്ന് നമുക്ക് കാശ് കിട്ടുകയും നമുക്ക് ഉടമ്പടി എടുത്തതിന് ശേഷം ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അപ്പം പിള്ളേരോട് പറഞ്ഞു, എന്നാൽ ഇനി നിങ്ങൾ പൊക്കോ. അപ്പോൾ അവർ പറഞ്ഞു, ഓൺലൈനിൽ പോയി പഠിച്ചോളാം, ഞങ്ങൾക്കിപ്പോൾ അവിടെ എല്ലാം ഏകദേശം മനസ്സിലായല്ലോ, അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പഠിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ പഠിച്ചു. ഇതിനിടെ ഈ പുതുക്കാൻ വന്നു. പിന്നെ അതുപോലെ തന്നെ ഈ പിള്ളേരും വന്നു പ്രാർത്ഥിച്ചു, എല്ലാവരും വന്നു. പിന്നെ എൻ്റെ ഫ്രണ്ട്സിനോടും എൻ്റെ അയൽവക്കത്തും അങ്ങനെ ഒത്തിരി ആൾക്കാരോടും ഞാൻ പറയുകയുണ്ടായി. ഇവിടെ നിന്ന് സാക്ഷ്യം പറയാമെന്ന് ഞാൻ മക്കളോട് പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് അവർ ഈ വർഷം പരീക്ഷ എഴുതിയതിൽ കഴിഞ്ഞ വർഷത്തേക്കാളും ഭയങ്കര പാടായ പരീക്ഷയായിരുന്നു. പക്ഷേ എങ്കിലും പിള്ളേരോട് ഞാൻ പറഞ്ഞു, മാതാവ് നമ്മളെ രക്ഷപ്പെടുത്തും, മാതാവിനെ മുറുക്കെ പിടിച്ചോളാൻ പറഞ്ഞു. അവരും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഈ യൂട്യൂബിൽ അച്ഛൻ്റെ അനുഗ്രഹീത പ്രാർത്ഥനയുണ്ട്, അവരത് ചൊല്ലുമായിരുന്നു. അങ്ങനെ അത് ഇന്നും തുടർന്നു പോകുന്നു. ഫലം വന്നപ്പോൾ കുഴപ്പമില്ല, എങ്കിലും അവർക്കും ആകെ വിഷമമായി. കാരണം ഇത്രയും ലക്ഷം രൂപയും മുടക്കി 2 വർഷം അത് കളഞ്ഞിട്ടാണ് അവർ. കാരണം ഫുൾ A+ മേടിച്ച് ഇന്ന് വരെ വന്ന പിള്ളേർ ഇത്ര ഇത് വന്ന് കിട്ടിയില്ല എന്നുള്ളൊരു ഇത്. അതുപോലെ തന്നെ വീട്ടുകാരും നാട്ടുകാരും ചോദിക്കുക, ഇത് എന്താ കിട്ടിയോ എന്ന്. അങ്ങനെയുള്ള ഒരിതും എല്ലാം കൂടെ ആയപ്പോൾ ആകെ ബുദ്ധിമുട്ടായി.
പക്ഷേ എന്തായാലും റിസൾട്ട് വന്നപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ മാർക്കും വന്നു. നീറ്റ് പരീക്ഷയ്ക്ക് അവർക്ക് അലോട്ട്മെൻറ്റ് വെച്ചപ്പോൾ ട്രയലിൽ തന്നെ അവർക്ക് കിട്ടി. അത് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. എൻ്റെ മക്കൾ ഇവർ പിരിഞ്ഞങ്ങനെ ഇരിക്കാറില്ല, കാണാതെയൊന്നും ഇരിക്കാറില്ലാത്ത പിള്ളേരാണ്. എങ്കിലും മാതാവിന് ഇഷ്ടമുണ്ടെങ്കിൽ അവരെ ഒരേ രീതി ഒരുമിച്ചൊന്ന് ഒരു കോളേജിൽ കിട്ടാൻ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. പക്ഷേ ആദ്യത്തെ ട്രയലിൽ വന്നപ്പം അവർക്ക് രണ്ട് സ്ഥലത്ത് വന്നു. എന്നാലും ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയില്ല. മാതാവിന് ഇഷ്ടം അങ്ങനെ ആയിരിക്കാം, അവരിച്ചിരി പിരിഞ്ഞൊക്കെ ഒന്ന് ജീവിക്കാനായിരിക്കും മാതാവിൻ്റെ ആഗ്രഹമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ എന്തോ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അവരുടെ അലോട്ട്മെൻറ്റ് അത് റദ്ദാക്കപ്പെട്ടു. അപ്പോഴത്തേനും ഒരു കൊച്ചു പറഞ്ഞു, അമ്മ എന്നാൽ ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്യാൻ എനിക്ക് തോന്നുമോ മനസ്സിൽ, ഞാനൊന്ന് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ മാതാവ് അങ്ങനെ തോന്നിക്കുന്നതായിരിക്കും, നിങ്ങളെന്നാൽ പോയി ഒന്ന് ചെയ്യാൻ പറഞ്ഞു. എന്തായാലും ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ അവർക്ക് കോഴിക്കോട് കിട്ടി. ഒരാൾക്ക് MBBS കിട്ടി, ഒരാൾക്ക് BDS കിട്ടി. 22-ാം തീയതി അവർ ക്ലാസ് ആരംഭിക്കും. അഡ്മിഷനൊക്കെ എടുത്തിട്ടുണ്ട്. എന്തായാലും അമ്മയ്ക്കും തിരുക്കുമാരും എനിക്ക് നന്ദി. ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഇനി പറയാൻ ഒത്തിരി സമയമില്ല. അതുകൊണ്ടാണ് ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഞാൻ എന്നെ പറ്റുന്നതിൽ ചികിത്സാ സഹായത്തിനാണേലും ആൾക്കാർക്ക് കൊടുക്കും. പിന്നെ എൻ്റെ ഹസ്ബൻഡും ഇവിടെ എന്നെ കൊണ്ടുവരും, എൻ്റെ മക്കളെ എല്ലാം കൊണ്ടുവരും. അതുപോലെ ഫുഡാണേലും പിന്നെ പത്രം കൊടുക്കും. ഞാൻ ഇടയ്ക്ക് പുതുക്കാൻ വന്നാലും അല്ലാതെ വന്നാലും ഞാൻ പത്രമൊക്കെ കൊണ്ടുപോയി കൊടുത്ത് എല്ലാ ഫ്രണ്ട്സിനും ആൾക്കാർക്കും എവിടെ ഒരു ബസ്സിൽ വെച്ച് സംസാരിച്ചിട്ടും ഞാൻ എൻ്റെ മാതാവിനെക്കുറിച്ച് ഞാൻ എല്ലാവരോടും പറയാറുണ്ട്. അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ നന്ദി പറയുകയാണ്. ഇനിയാണെങ്കിൽ എൻ്റെ മക്കൾ പഠിച്ച് നല്ലൊരു രീതിയിലൊരു വിജയം കൈവരിക്കാൻ നിങ്ങളോടും ഞാൻ പ്രാർത്ഥിക്കുന്നു. അതോടെ എല്ലാവരോടും ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ തന്നെ നടത്തി തരുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. 1000 നന്ദി. എൻ്റെ പേര് മിനി ജോൺസൺ. ഞാൻ കൊല്ലം രൂപതയിൽ നാന്ത്രിക്കൽ ഇടവകയിൽ സെൻറ്റ് റീത്താസ് ഇടവകയിലെ കുടുംബാംഗമാണ്. ഞാനിവിടെ വന്ന ആദ്യമായി ഉടമ്പടി എടുത്തത് 20/6/2023 ഉടമ്പടി എടുത്തത്. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കാനായിട്ട് വന്നപ്പോൾ നിയോഗം വെച്ചത് എൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളിലൊന്നായ എനിക്ക് കുടിവെള്ളമില്ലായിരുന്നു. പൈപ്പ് ലൈൻ മുഖേനയാണ് ഞങ്ങൾക്ക് വെള്ളം ലഭിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഞങ്ങൾക്ക് വെള്ളം നൽകുന്നതായ കിണർ ഇടിഞ്ഞു താഴ്ന്നത് മൂലം വെള്ളം കിട്ടാതെ 2 വർഷത്തോളം ആയി. ഞങ്ങൾ വെള്ളം പൈപ്പ് ലൈനില്ലാതെ ചുമട്ട് വെള്ളമാണ് കോരുന്നത്. അതും തന്നെ ദൂരെ പോയാണ് വെള്ളം കോരിക്കൊണ്ടുവരുന്നത്. ഞാനിവിടെ വന്ന് ഉടമ്പടി നിയോഗത്തിൽ വെള്ളമില്ല എന്ന ആവശ്യം ഉന്നയിച്ച് അമ്മയോട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി പ്രാർത്ഥിച്ചു ഇവിടുന്ന് കിട്ടിയ നേർച്ച വസ്തുക്കളായ ഉപ്പ് ഞാൻ എൻ്റെ വീട്ടിൻ്റെ മുറ്റത്തെ പൈപ്പിൻ്റെ ചുവട്ടിൽ ഇട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും അതിൻ്റെ ഫലമായി എനിക്ക് 2ാമത്തെ ഉടമ്പടി പുതുക്കൽ സമയമായപ്പോഴത്തേക്കും എനിക്ക് പൈപ്പ് ലൈൻ വഴി വെള്ളം ലഭിക്കുകയും ചെയ്തു. പഞ്ചായത്തും കോർപ്പറേഷനും കൂടെ കൂടിച്ചേർന്ന് ആദ്യം ഒരു ഫണ്ടില്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ അവർ കോർപ്പറേഷനും പഞ്ചായത്ത് അംഗങ്ങളും കൂടി തീരുമാനമെടുക്കുകയും ഞങ്ങൾക്ക് കിണറിടിഞ്ഞു താഴ്ന്നതായ ആ ഭാഗത്ത് മറ്റൊരു കുഴൽക്കിണർ നിർമ്മിക്കുകയും അതുവഴി ഞങ്ങൾക്ക് വെള്ളം ലഭിക്കുകയും ചെയ്തു. പിന്നെ 2ാമതായി കിട്ടിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഞാൻ 25 വർഷക്കാലമായി എൻ്റെ വീട് വെച്ച് താമസമായിട്ട് കുടുംബ ഓഹരി വക വസ്തുവായതിനാൽ തന്നെ വഴിയൊന്നും അതിലില്ലായിരുന്നു. നടന്നു വരാൻ പോലുള്ള വഴിയില്ലായിരുന്നു. എന്നാൽ ഉടമ്പടി നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 24 വർഷം കഴിഞ്ഞ് 25ാമത്തെ വർഷമാകുന്നു ഞാൻ താമസിക്കാനായിട്ട്. ഇപ്പോൾ 2 വീലർ കയറുന്ന ഒരു വഴി, 2 വീലറിൻ്റെ മുറ്റത്ത് വരും, അതിൻ്റേതായ ഒരു വഴി എനിക്ക് തന്ന് എൻ്റെ അമ്മ എന്നെ അനുഗ്രഹിച്ചു. അതിനെൻ്റെ അമ്മയോട് ഞാൻ നന്ദി പറയുന്നു. പിന്നീട് ഉള്ളതായതാണ് എനിക്ക് പെടലി വേദനയായിരുന്നു. 6 മാസത്തോളം ഞാൻ നല്ലോണം എല്ലാ ആസ്പത്രികളിലും പോയി മാറി മരുന്ന് മേടിക്കും. എങ്ങും ഒരു സൗഖ്യവും ലഭിച്ചില്ല. സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. സ്കാൻ ചെയ്ത് നോക്കി, എക്സ്റേ എടുത്ത് നോക്കി, ഒന്നിലും മാറ്റമില്ല. ഒടുവിൽ ഡോക്ടറും പറഞ്ഞു MRI സ്കാനിങ് എടുക്കണമെന്ന്. MRI സ്കാനിങ്ങിനൊന്നും ഞാൻ പോയില്ല. ഞാനിവിടെ വന്ന് ഉടമ്പടി നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയും
ഇവിടുന്ന് കിട്ടിയ നേർച്ച വസ്തുവായ ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി എൻ്റെ പെടലിയിൽ തേക്കുകയും അതിൻ്റെ ഫലമായി പൂർണ്ണമായി എനിക്ക് ആരോഗ്യം ലഭിച്ചു, സൗഖ്യം ലഭിച്ചു. ഞാനിപ്പം കുടിക്കാൻ വെള്ളം കോരണമെങ്കിൽ തലയിൽ വെച്ച് എനിക്ക് കോരാം. മറ്റേത് പെടലി തിരിയണമെങ്കിൽ ഇങ്ങനെ ഞാൻ കൂടെ തിരിയണമായിരുന്നു. 6 മാസത്തോളം എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു അതുമൂലം ഞാൻ അനുഭവിച്ചിരുന്നത്. ഇത് മാത്രമല്ല, എനിക്ക് എൻ്റെ ഭവനത്തിൽ ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരി അനുഗ്രഹങ്ങൾ എൻ്റെ അമ്മ എനിക്ക് നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട്. എല്ലാത്തിനും എൻ്റെ അമ്മയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഞാൻ ഏത് ആവശ്യത്തിന് പോയാലും എൻ്റെ ഉടമ്പടി കാശ് രൂപം ഞാൻ എപ്പോഴും അല്ലാതെ ഉപയോഗിക്കാറില്ല, സൂക്ഷിച്ച് ഭദ്രമായിട്ട് വയ്ക്കും. എനിക്ക് അത്യാവശ്യ ഘട്ടങ്ങളിലായിട്ട് പോകേണ്ട രീതിയിൽ ഞാൻ എൻ്റെ കാശ് രൂപം എടുത്ത് കഴുത്തിൽ കൊന്ത തൂക്കി അങ്ങനെയാണ് ഞാൻ പോകാറ്. എല്ലാ ആവശ്യങ്ങളും എല്ലാ തടസ്സങ്ങളും മാറി അമ്മ എനിക്ക് ആ കാശ് രൂപം ഞാൻ ധരിച്ചാൽ അമ്മ എനിക്ക് കൂടെ വരുന്ന ഒരു അനുഭവമാണ് എനിക്കുണ്ടായിട്ടുള്ളത്. ആ ഒരു ധൈര്യം, ഒരു വ്യക്തി, ഒരമ്മ എൻ്റെ കൂടെ വന്ന് എല്ലാ കാര്യവും പറഞ്ഞു തരുന്നത് പോലെ എനിക്ക് തോന്നും. ഞാൻ അങ്ങനെയാണ് ഉടമ്പടി കാശ് രൂപം ഇതിനുള്ള രീതി ഞാൻ ഉപയോഗിക്കുന്നത്. പിന്നീട് ഞാൻ പ്രേക്ഷിത പ്രവർത്തനമെന്ന് പറഞ്ഞാൽ ഞാൻ പത്രം കൊണ്ടുപോയി എല്ലാവർക്കും വിതരണം ചെയ്യും. ആസ്പത്രികളിലൊക്കെ കൊടുക്കും, രോഗികളെ പോയി കാണും, അങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ യൂട്യൂബ് ചാനലുകളിലൂടെ അച്ഛൻ്റെ പ്രാർത്ഥനകൾ ഞാൻ പങ്കെടുക്കുകയും അച്ഛൻ്റെ യൂട്യൂബ് ചാനലിലുള്ള ഓരോ പ്രാർത്ഥനയിലും അതിനകത്തുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മോട് പറഞ്ഞു തരുന്ന നമുക്ക് വ്യക്തിപരമായി പറഞ്ഞു തരുന്ന ഒരു അനുഭവമാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ എന്തെങ്കിലും പ്രശ്നത്തിൽ ഞാൻ നോക്കും പരിഹാരമായിട്ട് അച്ഛൻ എന്താണ് പറയുന്നതെന്ന്. ആ ഒരു രീതി എന്നോട് പറയുന്നതായിട്ടുള്ള രീതിയിലാണ് എനിക്ക് തോന്നാറുള്ളത് യൂട്യൂബ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ. പിന്നെ ഞാൻ എന്നെ അടുത്തുള്ള വീടുകളിലൊക്കെ രോഗികളുള്ള അവരെയൊക്കെ പോയി കാണും. പിന്നെ ഹോസ്പിറ്റലിലൊക്കെ പോയി കാണാറുണ്ട്. പിന്നെ എനിക്ക് പരിചയമുള്ളതായ മറ്റുള്ളവർ സഹായിക്കാനായിട്ടില്ലാത്ത ഉള്ളവർ രോഗികളുടെ ആണെങ്കിൽ അവർക്ക് ശാരീരികമായും എന്നാ സാമ്പത്തികമായിട്ടുമുള്ള സഹായങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കും. അതാണ് എൻ്റെ കാരുണ്യ പ്രവർത്തികൾ. പിന്നെ ആത്മീയമായ വളർച്ച എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ഉടമ്പടിയിൽ പ്രാർത്ഥിച്ചതിന് ശേഷം എനിക്ക് മറ്റുള്ളവരുമായിട്ടുള്ള ദേഷ്യഭാനോഭാവവും മറ്റു ശീലങ്ങളുമൊക്കെ മാറി എല്ലാവരോടും സ്നേഹമായിട്ട് പെരുമാറാൻ ശീലിച്ചു. അതുപോലെ തന്നെ ഒരാളെ മോശമായ രീതിയിൽ മറ്റുള്ളവർ വർത്തമാനം പറയുമ്പോൾ അത് കേൾക്കി നിൽക്കാനുള്ള ഒരു മനോഭാവമൊക്കെ ആദ്യഘട്ടങ്ങളിൽ എനിക്കുണ്ടായിരുന്നു. എന്നാൽ ഈ ഉടമ്പടി എടുത്ത് പ്രാർത്ഥനയ്ക്ക് ശേഷം എനിക്കത് കേൾക്കുന്നത് ഒരു വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നും. ഞാൻ അതിന് ചെവി കൊടുക്കാറില്ല. ഇതൊക്കെയാണ് എനിക്ക് മാതാവിൻ്റെ ഉടമ്പടിയിലെടുത്ത് പ്രാർത്ഥനയുടെ ഫലമായിട്ട് കിട്ടിയ അനുഗ്രഹങ്ങൾ. പിന്നെ തുടർന്നും ഈ അമ്മയുടെ ഉടമ്പടി കൃപാസനത്തിൽ നിലനിന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാനുള്ള കൃപാവരം നൽകി അമ്മ അനുഗ്രഹിക്കണമേ എന്ന് തിരുകുമാരനോടും അമ്മയ്ക്കും അപേക്ഷിച്ചുകൊണ്ട് അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകോടി നന്ദി പറഞ്ഞുകൊള്ളു. എൻ്റെ പേര് ആതിര. ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് വരുന്നു. പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും എൻ്റെ 1000 നന്ദി. ഇതെൻ്റെ ആദ്യത്തെ സാക്ഷ്യമാണ് ഇവിടെ. ഞാൻ സൗദിയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് OET ട്രൈ ചെയ്തിരുന്നു. ഒരുപാട് തവണ എക്സാം എഴുതിയിട്ടും എനിക്ക് പാസ്സാകാൻ പറ്റിയില്ല. അപ്പോൾ എന്നെ പഠിപ്പിച്ച ഒരു ചേച്ചി എന്നോട് പറഞ്ഞു, കൃപാസന മാതാവിൻ്റെ ഓൺലൈൻ ഉടമ്പടിയുണ്ട്, ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ ഉണ്ട്, അതിൽ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇതിനെപ്പറ്റി കേൾക്കുന്നത്. അങ്ങനെ കേട്ടു. ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ ഇട്ടു, ഉടമ്പടി ഓൺലൈനായിട്ട് എടുത്തു. അങ്ങനെ പിന്നീട് എഴുതിയ ഫസ്റ്റ് എക്സാം തന്നെ ഞാൻ പാസ്സായി. അങ്ങനെ ന്യൂസിലൻഡിലേക്കുള്ള എൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു. 1 വർഷമായിട്ടും എൻ്റെ പ്രോസസ്സൊന്നും ആയിട്ടില്ല. അവിടുന്ന് സൗദിയിൽ നിന്ന് റിസൈൻ ചെയ്യേണ്ടി വന്നു. നാട്ടിൽ വന്നിട്ട് ഓൺലൈൻ ഉടമ്പടി തന്നെ ഞാൻ മുന്നോട്ട് പോയി. കാരണം എനിക്കിതിനെപ്പറ്റി പറഞ്ഞു തരാൻ ആരും ഇല്ലായിരുന്നു. അങ്ങനെ പോയിരിക്കുന്ന സമയത്ത് എൻ്റെ ഏജൻസിയിൽ നിന്ന് അവർ പറഞ്ഞു, ഇനി ഒരിക്കലും ഇങ്ങനെ ന്യൂസിലൻഡിലേക്ക് പ്രോസസ്സ് പറ്റത്തില്ല. കുറേ കോളേജിലേക്ക് ക്യാപ് അഡ്മിഷന് വേണ്ടി റിക്വസ്റ്റ് ചെയ്തു, അതെല്ലാം ക്യാൻസലായി പോയി. ഇനി ഈ വർഷമേ പറ്റത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത്
ഞാൻ വീണ്ടും ഓൺലൈൻ ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച് മാതാവ് എനിക്ക് വേറൊരു ഏജൻസി വഴി എനിക്ക് ക്യാപ്പിന് അഡ്മിഷൻ റെഡിയാക്കി തന്നു. അങ്ങനെ ഞാൻ ന്യൂസിലൻഡിൽ പോയിട്ട് അവിടെ ക്യാപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് പ്രാർത്ഥന മുന്നോട്ട് തന്നെ ഉണ്ടായിരുന്നു. എനിക്ക് ഡയറക്റ്റ് വന്ന് ഉടമ്പടി തീർത്ഥാടക ഉടമ്പടി എടുക്കണമെന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഇതിനെപ്പറ്റി കൂടുതൽ അറിയത്തൊന്നുമില്ലായിരുന്നു. അങ്ങനെ അവിടെ ഞാൻ പേയിങ് ഗസ്റ്റായിട്ട് നിന്നിരുന്ന സ്ഥലത്ത് അവിടുന്ന് മാറി വേറൊരു വീട്ടിലേക്ക് മാറി. ആ വീട്ടിൽ ഉണ്ടായിരുന്ന ചേച്ചി ഇതുപോലെ ഉടമ്പടി എടുത്തിരുന്നതായിരുന്നു. അവരങ്ങനെയാണ് ന്യൂസിലൻഡിൽ എത്തിയതെന്നൊക്കെ പറഞ്ഞ് എന്നോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. അവിടുത്തെ ആ ചേച്ചിയുടെ അമ്മ എങ്ങനെയോ ആ ആൻറ്റിക്ക് വിസ പെട്ടെന്ന് റെഡിയായി ആൻറ്റി അവിടേക്ക് വരികയും അങ്ങനെ ഞങ്ങൾ സംസാരിച്ച് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ആൻറ്റി എനിക്ക് പറഞ്ഞു തന്നു. ആ സമയത്ത് മാതാവിൻ്റെ കൃപയാൽ ഒരു ആൻറ്റി എൻ്റെ അമ്മയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അമ്മ എനിക്ക് വേണ്ടി ഓൺലൈൻ തീർത്ഥാടക ഉടമ്പടി എടുത്തു. അപ്പോഴും ഞാൻ അത് തൊട്ട് ഞാൻ നന്നായിട്ട് തന്നെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. രാവിലെയും വൈകിട്ടും പ്രാർത്ഥനയും എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ ക്യാപ്പ് നന്നായിട്ട് തന്നെ പോയി. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഫുഡിനും അക്കോമഡേഷനുമായിട്ട് ഒത്തിരി സഹായം അവിടുന്ന് കിട്ടി. അവിടുത്തെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഫുഡ് ഫ്രീ ആയിട്ടൊക്കെ ഞങ്ങൾക്ക് ക്യാപ്പ് ചെയ്യുന്ന സ്റ്റുഡൻസിനൊക്കെ ഫ്രീ ആയിട്ട് കിട്ടി. അങ്ങനെ ക്യാപ്പ് കംപ്ലീറ്റ് ചെയ്യുകയും എനിക്ക് അവിടുത്തെ രജിസ്ട്രേഷൻ കിട്ടി. അതുവഴി ഞാൻ ഓസ്ട്രേലിയൻ രജിസ്ട്രേഷനും കംപ്ലീറ്റ് ചെയ്ത് ഞാൻ നാട്ടിൽ വന്നു. ഫെബ്രുവരി 2025 ഞാൻ അങ്ങനെ ഇവിടുത്തെ തീർത്ഥാടക ഉടമ്പടി എടുത്തു. അതിനുശേഷം ഞാൻ വെച്ചിരുന്ന ഉടമ്പടിയിൽ പറഞ്ഞത് എനിക്ക് അവിടെ അല്ലെങ്കിൽ ഒരുപാട് കടമൊക്കെ ഉണ്ട്, എങ്ങനെയും എനിക്ക് നല്ലൊരു സ്ഥലത്ത് ജോലി വേണമെന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു. അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്ത സമയത്ത് എനിക്കൊരു ഇൻ്റർവ്യൂ വന്നു സൗദി ഗവൺമെൻറ് ഹോസ്പിറ്റലിലോട്ട്. ഞാൻ ഈ MOH മാത്രമേ കേട്ടിട്ടുള്ളൂ, ഗവൺമെൻറ് സൗദി എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്കാണെങ്കിൽ അവിടുത്തെ മിനിസ്ട്രി ഓഫ് യൂണിവേഴ്സിറ്റി ഗവൺമെൻറ്റിൽ തന്നെ നല്ല ഒരു ജോലി, എനിക്ക് നല്ല സ്ഥലത്ത് തന്നെ ജോലി കിട്ടി. ഇപ്പം എൻ്റെ വിസ അവിടുത്തെ വന്നു. ഇനി ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. മാതാവ് ഒരിക്കൽ എനിക്ക് ഓസ്ട്രേലിയയിലോ ന്യൂസിലൻഡിലോ എപ്പോൾ വേണമെങ്കിലും എനിക്ക് പോകാൻ ഇപ്പോൾ പറ്റും. രജിസ്ട്രേഷൻ അവിടുത്തെ ഉണ്ട്, എല്ലാ വർഷവും പുതുക്കാം. തൽക്കാലത്തെ എൻ്റെ കടങ്ങൾ വീട്ടാനായിട്ട് എനിക്ക് നല്ലൊരു ജോലി ഇപ്പോൾ സൗദിയിൽ, അതും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുന്നു ഇപ്പം. അതിൽ എനിക്ക് അമ്മയോട് ഒരുപാട് നന്ദിയുണ്ട്. അതിനിടയിൽ ഒരുപാട് കാര്യത്തിന് അമ്മ ഞങ്ങൾക്ക് അനുഗ്രഹം തന്നിട്ടുണ്ട്. മെഴുകുതിരിയിൽ അമ്മയുടെ രൂപം ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ അമ്മയുടെ സുഗന്ധ മണം ഇടയ്ക്ക് അനുഭവിക്കാൻ സാധിച്ചു. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് തന്നു. പ്രാർത്ഥിക്കുന്ന എന്തിനായാലും മാതാവ് ഒന്നല്ലെങ്കിൽ വേറൊരു വഴി ഞങ്ങൾക്ക് അതെല്ലാം സാധിച്ച് തരുന്നുണ്ട്. ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. രാവിലെയും വൈകിട്ടും പ്രാർത്ഥന മുടക്കുന്നില്ല, ബൈബിളും വായിക്കുന്നുണ്ട്. രാവിലത്തെ ഡെയിലി ബ്രെഡ് മുടങ്ങാതെ വായിക്കാനും അതുപോലെ തന്നെ അത് ഷെയർ ചെയ്യാനും ഒക്കെ സാധിക്കുന്നു. എൻ്റെ ഒരു ഫ്രണ്ട്സിനോടൊക്കെ ഞാനിത് എല്ലാവരോടും പറയാറുണ്ട്. ഒരു ചേച്ചിയാണെങ്കിൽ ഉടമ്പടി എടുത്ത് മുടക്കിയിരുന്നതാണ്. പക്ഷേ ഞാൻ എന്നും ഈ വീഡിയോസ് അയച്ചൊക്കെ വിടുമ്പോഴും ഇതിനെപ്പറ്റി പറയുമ്പോഴും ഒക്കെ ആ ചേച്ചിക്ക് ഒരുപാട് പ്രചോദനം കിട്ടി. ഇപ്പോൾ ആ ചേച്ചി കൃത്യമായിട്ട് ഉടമ്പടി പുതുക്കുകയും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. പ്രേക്ഷിത പ്രവർത്തനവും കേട്ട് ചെയ്തുകൊണ്ടിരുന്നത് പത്രം ഇവിടുന്ന് എല്ലാ മാസവും വാങ്ങിക്കാനായിട്ട് പറ്റുന്നുണ്ട്. എല്ലായിടത്തും കൊണ്ടു കൊടുക്കും. ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി അവിടെ വെളിയിലൊക്കെ വയ്യാണ്ട് നിൽക്കുന്നവർക്കൊക്കെ ചായയും കാര്യങ്ങളും ഒക്കെ വാങ്ങിച്ചു കൊടുക്കുകയും പൊതിച്ചോറുകളൊക്കെ വാങ്ങിച്ചു കൊടുക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട്. പത്രം അവിടെ അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡിലും ഒക്കെ കൊടുക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ എല്ലാ ധ്യാനവും കൂടാനും ഇപ്പോൾ ലൈവായിട്ട് തന്നെ കൂടാനൊക്കെ സാധിക്കുന്നുണ്ട്. പ്രാർത്ഥന മുന്നോട്ട് തന്നെ പോകുന്നു. പണ്ടൊക്കെ ആണെങ്കിൽ ഒരാൾ മുന്നിൽ വന്ന് ചോദിച്ചാൽ മാത്രം സഹായിക്കുക, അങ്ങനെ ഒരു ഇതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ കൂടുതലൊന്നും ചിന്തിച്ചില്ല. പക്ഷേ ഇപ്പോൾ ഒരാളെ കാണുമ്പോൾ അയാൾക്കുള്ള വിഷമങ്ങൾ അറിയാനായിട്ട് ഞാൻ അങ്ങോട്ട് തന്നെ ചോദിച്ച് ബുദ്ധിമുട്ട് മനസ്സിലാക്കി പൈസ കൊണ്ട് പറ്റുന്ന രീതിയിൽ സഹായിക്കാറുണ്ട്. എന്തെങ്കിലും ഫുഡ് വാങ്ങിച്ച് കൊടുക്കേണ്ട സാഹചര്യം വരുവാണെങ്കിൽ അങ്ങനെയും പോവാറുണ്ട്. അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ തന്ന മാതാവിനും തിരുകുമാരനും ഒരുപാട് നന്ദി ഞാൻ പറയുന്നു.